ഹരിയാനയും മഹാരാഷ്ട്രയും പിടിച്ചെടുക്കാൻ സഹായിച്ച RSS ഡൽഹിയിലും തന്ത്രം പയറ്റി. കെജ്രിവാളിന്റെ ഹനുമാൻ ഭക്തിയെ പൊളിച്ചടക്കി. വായുമലിനീകരണം തടയാൻ ആപ്പ് സർക്കാരിന് കഴിയാതെ പോയതും പൊള്ളയായ വാഗ്ദാനങ്ങളും ചർച്ചയായി. യമുനയിലെ വിഷവും ശീഷ് മഹലുമെല്ലാം കെജ്രിവാളിന് ബൂമറാങ്ങായി മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ പോയത് BJPക്ക് RSS നൽകിയ വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. സ്വയം ദൈവമാകാൻ ശ്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുത്താൻ RSS നേതാവ് മോഹൻ ഭാഗവത് പരസ്യമായി രംഗത്ത് വന്നതുപോലും വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിഴവുകൾ തിരുത്താമെന്ന് ഉറപ്പു നൽകിയ BJP നേതൃത്വത്തിന് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കാലിടറിയിട്ടില്ല. ഹരിയാനയും മഹാരാഷ്ട്രയും ഡൽഹിയും BJP പിടിച്ചെടുത്തത് വ്യക്തമായ ആധിപത്യത്തോടെയാണെന്നത് ശ്രദ്ധേയം. അധികാരം കിട്ടുമെന്ന് BJP പോലും പ്രതീക്ഷിക്കാത്ത ഹരിയാനയിൽ RSS മാജിക് ആണ് കണ്ടത്. ലോക്സഭയിൽ കനത്ത തിരിച്ചടിയേറ്റ ഹരിയാനയിൽ നിയമസഭ പിടിച്ചെടുക്കാൻ RSS ആണ് രംഗത്തിറങ്ങിയത്. BJP നേതാക്കളുടെ ഇടപെടൽ അനുവദിക്കാതെ സംഘടനാ തലത്തിൽ RSS നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഫലം കൊയ്തത്. സ്ഥാനാർത്ഥി നിർണയം പോലുള്ള തലവേദന പിടിച്ച കാര്യങ്ങളെല്ലാം RSS ഭംഗിയായി നിർവഹിച്ചു. മഹാരാഷ്ട്രയിൽ താമര വിരിഞ്ഞപ്പോൾ RSS നിർദ്ദേശിച്ച ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. BJPയെ മുന്നിൽ നിർത്തി ഹിന്ദുത്വ അജണ്ടകൾ കാര്യമായി ചർച്ച ചെയ്യാതെ പൊതുജനവികാരം മാനിച്ചുള്ള അജണ്ടകളിലൂടെ RSS ഡൽഹിയിലും കളം നിറഞ്ഞു. ഹനുമാൻ ഭക്തി ചർച്ചയാക്കുന്ന കെജ്രിവാളിന്റെ തന്ത്രം BJP നേതാക്കൾക്ക് ഇക്കാലം അത്രയും ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞിരുന്നില്ല. RSS സംഘടനാ പ്രവർത്തനം ഏറ്റെടുത്തതോടെ കെജ്രിവാളിന്റെ ഹനുമാൻ ഭക്തിയും അതുവഴിയുള്ള വോട്ടുകളും നനഞ്ഞ പടക്കമായി. ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ഡൽഹിയുടെ രക്ഷകൻ എന്നൊരു പ്രതിച്ഛായ കെജ്രിവാൾ സൃഷ്ടിച്ചിരുന്നു. അഴിമതിക്കെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിനൊപ്പം ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കിയും കെജ്രിവാൾ ജനപ്രീതി നേടി. എന്നാൽ മദ്യനയക്കേസ് കെജ്രിവാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. രക്ഷകൻ ഇമേജ് മായ്ച്ചു കളയാൻ RSS കൃത്യമായി പണിയെടുത്തു എന്ന് പറയാം. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ BJPക്കെതിരെ ഉയർത്തിയ യമുനയിൽ വിഷം കലർത്തിയെന്ന ആരോപണം കെജ്രിവാളിന് പറ്റിയ വലിയ അമളിയായി. ആ വിവാദം RSS ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയോട് ആ വിഷയത്തിൽ കെജ്രിവാളിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി യമുന വിഷയം ഏറ്റെടുത്തെങ്കിലും നരേന്ദ്രമോദി രംഗത്തിറങ്ങിയതോടെ അതിന്റെ ഗുണം BJPക്ക് തന്നെ ലഭിച്ചു. ഡൽഹിക്ക് കുടിവെള്ളം നൽകുന്ന യമുന നദി ശുചീകരിക്കുമെന്ന വാഗ്ദാനം ആപ്പ് സർക്കാരിനെ പൂർത്തിയാക്കാനായില്ലെന്നും പകരം BJPയെ കുറ്റം പറയുകയാണ് കെജ്രിവാളെന്നും RSS പ്രചാരണം കൊഴുപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാളിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതും ഹരിയാന പോലീസ് കെജ്രിവാളിനെതിരെ കേസെടുത്തതും വോട്ടർമാരെ സ്വാധീനിക്കുന്നതായി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ശീഷ് മഹലുമായി ബന്ധപ്പെട്ട വിവാദവും കെജ്രിവാളിനെ ഉലച്ചു. RSS പറ്റാവുന്നിടത്തൊക്കെയും ശീഷ് മഹൽ ഉയർത്തിക്കൊണ്ടുവന്നു. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ജനം കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ശീഷ് മഹൽ നവീകരിക്കാൻ ദൂർത്ത് നടന്നുവെന്ന പ്രചാരണം കെജ്രിവാളിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിച്ചു. അഴിമതിക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിൽ വന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അഴിമതി കേസിൽ അകത്താകുന്നതിന് രാജ്യ തലസ്ഥാനം സാക്ഷിയായത് കോൺഗ്രസ് പ്രചാരണായുധമാക്കിയപ്പോൾ ഇന്ത്യ മുന്നണിയിൽ പോലും ആം ആദ്മിക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്ന് RSS പ്രചാരകർ വോട്ടർമാരുടെ വീടുകൾ കയറി പറഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയ BJP അധികാരത്തിലെത്തിയാൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകില്ലെന്നതായിരുന്നു RSSന്റെ പ്രധാന ആയുധം. മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ കേന്ദ്ര ബജറ്റ് ഡൽഹി വോട്ടർമാർക്കിടയിലേക്ക് പ്രതീക്ഷയുടെ പുതുനാളം പകർന്നു. വായുമലിനീകരണം ഡൽഹി നേരിട്ട വലിയ ആരോഗ്യ പ്രശ്നമായിരുന്നു. അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആം ആദ്മി സർക്കാരിനെ കൊണ്ട് കഴിയില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJP തന്നെ ഡൽഹിയും ഭരിക്കട്ടെ എന്ന് വോട്ടർമാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ RSSന് വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നു.